ഒരു ദശകത്തിലേറെ പഴക്കമുള്ള കിയ മൊഹാവെ എസ്യുവിയുടെ പ്ലാറ്റ്ഫോം ഒടുവിൽ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ ബൊറേഗോ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന മൊഹാവെ ഇതിനകം തന്നെ വിപണിയിൽ പുതിയ എതിരാളികളോട് തോറ്റു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കിയ അത്ര വേഗം ഈ പ്രായമാകുന്ന മോഡലിനെ ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. കിയ മൊഹാവെയ്ക്ക് കഴിഞ്ഞ വർഷം കൊറിയൻ പ്രാദേശിക വിപണിയിൽ വളരെ സമഗ്രമായ ഒരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചിരുന്നു. ഇത് രണ്ടാം തലമുറ അപ്ഡേറ്റിനു പകരമായി വിപുലമായ ഒരു പുനർരൂപകൽപ്പന കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ പുതുക്കിയ സ്റ്റൈലിംഗ് പര്യാപ്തമല്ലെന്ന് കമ്പനി തിരിച്ചറിഞ്ഞതായി തോന്നുന്നു. അതിനാൽ കിയ മൊഹാവെയ്ക്ക് ഗ്രാവിറ്റി എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു പുതിയ മുൻനിര പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം എസ്യുവിക്ക് ലഭിച്ച സമഗ്രമായ ഫേസ് ലിഫ്റ്റിന് ഒരു വർഷത്തിനു ശേഷം പുതിയ മോഡൽ എത്തുന്നു എന്നതാണ് ഈ നീക്കത്തെ ശരിക്കും ശ്രദ്ധേയമാക്കുന്നത്. 2020 കിയ മൊഹാവെ ഗ്രാവിറ്റി ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നു. എസ്യുവി വിൽക്കപ്പെടുന്ന മറ്റ് നിരവധി വിപണികളിലേക്കും പുതിയ പതിപ്പ് എത്തിയേക്കാം. പുതിയ മോഡൽ നൽകുന്ന അപ്ഡേറ്റുകൾ വ്യാപകമല്ലെങ്കിലും അവ ഇപ്പോഴും എസ്യുവിയിൽ കൂടുതൽ പുതുമ നൽകുന്നു. പുതിയ മോഡലിൽ പുതുക്കിയ റേഡിയേറ്റർ ഗ്രില്ല് വരുന്നു. ക്രോം ഘടകങ്ങളുടെ അഭാവം കാരണം എസ്യുവിക്ക് ഇതൊരു ക്ലീനർ ലുക്ക് നൽകുന്നു. അതോടൊപ്പം ഗ്രാവിറ്റി പതിപ്പിന് കറുത്ത നിറത്തിലുള്ള 20 ഇഞ്ച് അലോയ് വീലുകളും ലഭിക്കുന്നു. വാഹനത്തിന്റെ ഉള്ളിൽ പരിഷ്കരണങ്ങൾ കൂടുതൽ സമഗ്രമാണ്. സ്റ്റിയറിംഗ് വീൽ, ഡോർ പാനലുകൾ, സെൻട്രൽ ബോക്സ് കമ്പാർട്ട്മെന്റ് എന്നിവ പോലും അൽക്കന്റാരയിൽ പൊതിഞ്ഞിരിക്കുന്നു. ഡോറുകൾക്ക് ആംബിയൻ LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇത് ക്യാബിൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഡാഷ്ബോർഡിന് ചുവടെയും ഈ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഗ്രാവിറ്റി പതിപ്പിൽ 12.3 ഇഞ്ച് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത്. കിയ മൊഹാവെ ഗ്രാവിറ്റി മോഡൽ ദക്ഷിണ കൊറിയയിൽ 5, 6, 7 സീറ്റ് കോൺഫിഗറേഷനുകളിൽ വിൽപ്പനയ്ക്കെത്തുന്നു. ഏകദേശം $46,335 വിലമതിക്കുന്ന 6 സീറ്റർ പതിപ്പാണ് ഏറ്റവും വിലയേറിയ മോഡൽ. 5 സീറ്റർ പതിപ്പിന് ഏകദേശം $45,475 വില. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗ്രാവിറ്റി പതിപ്പ് പുറത്തിറങ്ങുന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും നിർമ്മാതാക്കൾ US വിപണിയിൽ പ്രത്യേക മോഡൽ പുറത്തിറക്കിയതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല.